ഷൈജോ പറമ്പി പറഞ്ഞിരുന്നു വരും വരാതെ പറഞ്ഞിട്ടുണ്ട് വരും മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടെ നടന്നാൽ അവിടെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. വയ്യാതെ എനിക്കാണ് ഫൈനലെന്ന് പറഞ്ഞ് എന്നോട് സ്നേഹമുള്ള നമ്മുടെ പ്രസിഡന്റ് അടക്കം നമ്മുടെ ഷാജു തെക്കേക്കര അതുപോലെ ഗോൾമാഷ് രാഘവൻ ഒത്തിരി പേര് നൈജപ്പയിലടുത്ത് അങ്ങനെ പേരെടുത്ത് പറയാനായിട്ട് ഉണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഗ്രാമസഭയിലെ അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കേഴ്സ്, മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെ, സ്നേഹമുള്ള അവാർഡ് ജേതാക്കളായ കുഞ്ഞുമക്കളെ, നമുക്കറിയാം നമ്മുടെ ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് 5 വർഷം പൂർത്തിയാവാൻ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഗ്രാമസഭ തന്നെ ആയിരിക്കണം. ഇത് ഒരു ഗ്രാമസഭ വരാൻ സാധ്യതയില്ല, പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ കണക്കൂട്ടൽ പ്രകാരം ഇത് ഒരു ലാസ്റ്റ് ആനുകൂല്യങ്ങൾക്കുള്ള ലാസ്റ്റ് ഗ്രാമസഭയാണ്. നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ 5 വർഷക്കാലവും നല്ല രീതിയിൽ നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാർഡിൽ ചെലവഴിക്കാനും എക്സ്ട്രാ ഫണ്ടുകൾ തല്ലിട്ട് മേടിക്കാൻ പൈസ വേണമെങ്കിൽ പറയും തല്ലിട്ട് വാങ്ങിച്ച് നമ്മുടെ വാർഡിൽ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടിയ ഫണ്ടുകൾ അത് മാത്രം തിരിയില്ല. അപ്പോൾ അതനുസരിച്ച് ഇവിടെ പറഞ്ഞ് അത് നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ അനുവദിച്ച് തന്നുകൊണ്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും അനുവാദത്തോടെ നമുക്ക് പൈസ കൂടുതൽ നമ്മുടെ വാർഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആ തുകകളൊക്കെ നമ്മൾ വളരെ കൃത്യതയോടുകൂടി അവരെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ഫണ്ടുകളൊക്കെ നമുക്ക് കുറച്ചൊക്കെ പൂർത്തീകരിക്കണമെന്നുള്ള ചിന്തകളോടുകൂടിയാണ് മുന്നോട്ട് പോയത്. പക്ഷെ നമ്മളുടെ മഴ നമുക്ക് റോഡ് പണിക്ക് ഇത്തിരി തടസ്സം വന്നിട്ടുണ്ട്. എങ്കിലും കോൺക്രീറ്റ് വർക്കുകൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ വർഷം ഞാൻ പോണതിന് മുന്നേ അത് പൂർത്തീകരിക്കും. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ എണ്ണി പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊരു ഗ്രാമസഭ നമ്മൾ 13ാം വാർഡിൻ്റെ 11:30 തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വാർഡിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞാൻ മെമ്പറായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തെങ്കിലും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം തന്നെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നലെ തന്നെ മഹത്തായ ഒരു കാര്യത്തിന് നമ്മുടെ എപ്പോഴും നമ്മുടെ ജനസേവാ കേന്ദ്രത്തിൻ്റെ തറക്കല്ലൊക്കെ ഇട്ട് ഉദ്ഘാടനം നിർവഹിച്ചൊരു തന്നെ കൂട്ടമായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ ഞാൻ പട്ടത്തൊക്കെ വയസ്സ് പ്രസിഡന്റൊക്കെ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ എല്ലാവരും എനിക്കതാണ് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കുമ്പോൾ അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒത്തിരിയേറെ പേര് എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരുടെയും സഹകരണമായിട്ട് ചുരുക്കം ചിലർ ഒരു ദിവസം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ തെക്കേക്കരയാണ് എന്നെ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് മെമ്പറാകാനായിട്ടുള്ള എല്ലാ ഇതും സഹായിച്ചത്. അത് എൻ്റെ ഇലക്ഷൻ തന്നെ അറിയാം. തെക്കേര ഒറ്റക്കാലിൽ നിൽക്കുന്ന പോലെയാണ്. ഒരു ഭക്ഷണം പോലും കഴിക്കാതെ എനിക്ക് ബുദ്ധിമുട്ടി വോട്ട് പിടിക്കാനായിട്ട് നിന്നിരുന്നത് തെക്കേര അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കലും മറക്കില്ല. പിന്നെ എന്തെങ്കിലും കണ്ടതിന് അത് പറയുന്ന ഒരു സ്വഭാവം എനിക്ക് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തെക്കേക്കരയുടെ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും തന്നെ മാഷടക്കം എന്തൊരു കാര്യത്തിന് നമ്മൾ വിളിച്ചാലും നമ്മൾക്ക് എല്ലാ സപ്പോർട്ടും ഇപ്പോൾ അംഗൻവാടിയിലായാലും എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് സ്പോൺസറിങ്ങിന് അതൊക്കെ ഗോമാഷ് ഒരിക്കലും പിന്നോട്ട് മാറി നിന്നിട്ടില്ല. എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റെസിഡൻസ് ഓരോരുത്തരും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എപ്പോഴും സഹായിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. സഹായിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും നന്നായിട്ട് തന്നെ പോയി എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ പറ്റിയതിൻ്റെ എല്ലാ സഹകരണത്തോടും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഞാൻ മെമ്പറായതിനു ശേഷം നമ്മുടെ
നമ്മുടെ യൂത്തിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പരിശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാർട്ടിനും ജെയ്സനും അതുപോലെ തന്നെ ഹണി, അഭിലാഷ്, ജേക്കബ്, അങ്ങനെ കുറച്ച് കുട്ടികൾ ഈ നമ്മുടെ വാർഡിലേക്ക് ഈ പ്രവർത്തന നിരതരായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കോവിഡ് കാലത്ത് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്ത് തലത്തിൽ ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത് ഞാൻ അതിനകത്ത് അഭിമാനിക്കുകയാണ്. കാരണം അവരൊക്കെ അറിയപ്പെടാതെ, നാട്ടിലൊക്കെ ഒരു ആളും അറിയപ്പെടാതെ കിടന്നിരുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തുടങ്ങി വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ നമ്മളെ സഹായിച്ചത്. എന്തൊരാവശ്യം പറഞ്ഞാലും ജെയ്സ മാറ്റി അത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ പോകണം, അവിടെ പോകണം എന്ന് പറഞ്ഞതിനൊക്കെ തയ്യാറായിട്ടിരുന്ന വ്യക്തികളായിരുന്നു. ഇവരെയൊക്കെ നന്ദിയോടെ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തൊഴിലുറപ്പാലായാലും ഇന്നിപ്പോൾ നമ്മൾ അട കഴിച്ചു, അടയ്ക്ക് എനിക്ക് ഇല വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ കൊണ്ടുവന്ന് തരാൻ മെമ്പറെ എന്ന് പറഞ്ഞവർ അടയ്ക്കുണ്ടാകാൻ ഇല എത്തിച്ചു തന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. കുടുംബശ്രീ ആയാലും എല്ലാവരും തന്നെ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇതിനകത്തുണ്ട്. അവരൊക്കെ നമ്മളുടെ ഒപ്പം തന്നെ നിന്ന് സഹകരിച്ച് പോകുന്നതാണ്. ഈ സഹകരണമാണ് ഇവിടെ എനിക്ക് ഇത്രയും കൊല്ലം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഭൂരിഭാഗം പേർക്കും ഇതൊരു സന്തോഷമായിട്ട് മാറ്റാനായിട്ട് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളായാലും നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് കുതിരപ്പുറം വളരെ മോശമായിട്ട്, കുതിരപ്പുറം റോഡ് മോശമായിട്ട് കിടന്നിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നമ്മൾ ബ്ലോക്ക് മെമ്പർ നമുക്ക് 10 ലക്ഷം രൂപ തന്ന് അവിടെ ഡ്രെയിനേജിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ സ്ഥാനത്തേക്കൊക്കെ നമ്മുടെ ആരെങ്കിലുമൊക്കെ കയറാണെങ്കിൽ, പൈസയൊക്കെ കയറാണെങ്കിൽ എനിക്കത് ഫുള്ളായിട്ട്, എനിക്കതല്ല അടുത്ത മെമ്പർക്ക് ഫുള്ളായിട്ട് അതിൻ്റെ എമൗണ്ട് തന്നിരിക്കും ചേച്ചി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മെമ്പർ വരുമ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നന്ദി പറയാനായിട്ട് ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഒരു ആശാവർക്കർ എന്ന നിലയിൽ, ഞാൻ മെമ്പർ എന്ന നിലയിൽ മാറിയാലും ഒരു ആശാവർക്കർ എന്ന നിലയിൽ കുറച്ച് കാലം കൂടി മുന്നോട്ട് പോകണമെന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സഹകരിച്ച, അല്ലെങ്കിൽ എന്നോട് ഒത്തുനിന്നുകൊണ്ട് എന്നെ ഞാനാക്കിയ നിങ്ങളൊക്കെ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 11-12 പേരോളം നമുക്ക് +2-നും SLC-ക്കും അതുപോലെ തന്നെ ധീരതയ്ക്കും അതുപോലെ തന്നെ BA ധീരത ഒക്കെ അവാർഡ് ലഭിച്ചവർക്ക് അവരെ ഇന്ന് ആദരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ അവരുടെ എല്ലാ അവിടെ നന്നായിട്ട് SLC-ക്ക് A+, ഫുൾ A+ കിട്ടിയത് എനിക്ക് 2 തന്നിരുന്നു. ഒരാൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ ട്രോഫി അടിക്കാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയെ കൂടി ആദരിക്കും. കാരണം എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം പഠിച്ച് നല്ല മിടുക്കരായിട്ട് നമ്മുടെ സമൂഹം, നമുക്ക് അറിവ് നിലവുള്ളവരായിട്ട് മാറണം. അറിവുണ്ടെങ്കിൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ +2-നും ഫുൾ A+, SLC-ക്കും ഫുൾ A+, ഡിഗ്രിക്കും BA സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല അവാർഡ്, ധീരതയ്ക്കുള്ള അവാർഡ് പുരസ്കാരം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷൈൻ ജോർജിന്. എല്ലാവരെയും അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ, നമ്മുടെ പഞ്ചായത്ത് തല കാര്യങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറയാനുണ്ടാകും. ഈ അവസരത്തിൽ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരിയായ വാർഡിൻ്റെ മെമ്പർ, ഏറ്റവും സ്നേഹബഹുമാനിയായ ശ്രീമതി റോസി പോൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വാർഡിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ബഹുമാനിയായ ശ്രീ സാജുവി തേങ്കര, മുൻ പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ പാർട്ടിയുടെ നേതാക്കൾ, സ്നേഹ കുടുംബശ്രീ പോലെ പഞ്ചായത്തിൻ്റെയും അതുപോലെ മറ്റു മിഷണറികൾ പ്രവർത്തിക്കുന്ന
കാര്യങ്ങൾ ഇടപെടാനും പ്രത്യേകിച്ച് ലെറ്ററുകളൊക്കെ വെച്ച് സാങ്ഷൻ മേടിക്കാനൊക്കെ പ്രത്യേക ഇടപെടലുകളിലൂടെ തന്നെയാണ് കഴിഞ്ഞ 4.5 വർഷം മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ റോഡുകളുള്ളൊരു വാർഡ് കൂടി കനാലുമയാണ് വർക്ക് ഏറ്റവും പ്രകടി പിടിച്ച കാര്യമാണ്. അവിടെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടെ അല്ലെങ്കിൽ നമുക്ക് പ്രീ കമ്മിറ്റിയൊക്കെ ഉണ്ടായാൽ മാത്രമാണ് മരം കെട്ടി മാറ്റാനും അതോടൊപ്പം കനാലിൻ്റെ NOC ഒക്കെ മേടിക്കുന്നത്. പക്ഷേ ആളുടെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് അത് പ്രാബല്യത്തിൽ വരുത്തിയാലേ ആൾ ശാന്തമാകും. അത്ര കൃത്യതയോടുകൂടി തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അത് കൃത്യമായി നിർവഹിക്കാനുള്ള എല്ലാവിധ ഇടപെടലുകളും നടത്തി. വളരെ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു കാര്യം പറഞ്ഞാൽ ആളത് അതിൻ്റെ എനിക്ക് തോന്നുന്നു പൂഞ്ചിറക്കുളം എന്ന് പറയാത്തൊരു കമ്മിറ്റി ഉണ്ടാവില്ല. ആ കമ്മിറ്റിയിൽ ആ തോടിന് വേണ്ടിയിട്ട് അത്രയേറെ അശ്രാന്ത പരിശ്രമമായി തുടങ്ങി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ വർക്ക് ഏകദേശം ആളുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കും. എന്ന് വെച്ചാൽ അതിലൊരു 1/3 ഭാഗം 2 സൈഡും നല്ല എമൗണ്ട് വരുന്ന വർക്കാണ്. 1/3 ഭാഗം തോടിൻ്റെ പണി കഴിച്ചിട്ടേ ആൾ പോവുള്ളൂ. അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അടുത്ത തവണ നമുക്ക് MLA MP ഒന്നും കൂടി അത് ശ്രമിക്കാം എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ് നേരത്തെ മെമ്പർ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ടുവന്നു, അവിടെയൊക്കെ പ്രത്യേകിച്ച് ക്യാമറ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ രീതിയിലും പൂഞ്ചിറക്കുളത്തെ സംരക്ഷിക്കാൻ, ആ തോടിനെ സംരക്ഷിക്കാൻ, ആ റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം അതെല്ലാ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം തുടങ്ങി വെക്കാൻ ഈ ഭരണസമിതി ബഹുമാനപ്പെട്ട റോസി പോൾ മെമ്പർക്ക് അത് ചെറിയ എമൗണ്ട് അല്ല, ഏകദേശം ഒരു 10-75 ലക്ഷം രൂപയെങ്കിലും വേണം പൂർത്തീകരിക്കും. ആ റോഡിൻ്റെ ആൾ പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് മാറേണ്ട ഒരു 75 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അതൊക്കെ പൂർത്തീകരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ പ്രഥമ വർക്ക് തുടങ്ങി 1/3 ഭാഗം കഴിയുമ്പോൾ തന്നെ 15-20 ലക്ഷം രൂപയോളം പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വർക്കുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം റോഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലും ലൈറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലാണ് ആളുടെ എപ്പോഴും കൃത്യമായ ഇടപെടലുകളിലൂടെ കർഷകർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും കൊണ്ടുപോയി കൊടുക്കാനും ആളുകളെ വിളിച്ചു വരുത്താനും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളായാലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളായാലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിന്റെ പ്രവർത്തനത്തിലൊക്കെ ആള് അതിനൊരു പ്രതിനിധിയായി നിന്നുകൊണ്ട് വാർഡ് മെമ്പറായിട്ടല്ല അതിലൊരു പ്രതിനിധിയായി നിന്നുകൊണ്ട് വളരെ ഭംഗിയായി ആശാവർക്കറായും എല്ലാ രീതിയിലും അതുപോലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണൊക്കെ ആയി വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞ 4 വർഷം മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് റോസി പോൾ മെമ്പറിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിൻ്റെ ഒരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പരസമാപ്തിയിൽ എത്തിക്കാൻ കഴിയില്ല. പക്ഷേ പരമാവധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കമ്മിറ്റിയിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ആ റോഡിന് പോരായ്മയുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് അവസാനം നമ്മുടെ നേഴ്സിനോട് ചോദിച്ചുള്ള അവിടെയുള്ള കുടിവെള്ള പദ്ധതി അടക്കം എല്ലാ മേഖലയിലും ഒരു സമഗ്രമായ ഇടപെടലുകളിലൂടെ സമ്പൂർണ്ണ വൈദ്യുതീകരണ വാർഡാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവില്ല, കുറച്ച് ഭാഗം കൂടിയുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഒട്ടുമിക്ക വാർഡുകളും സമ്പൂർണ്ണ വൈദ്യുതീകരണ വാർഡായിട്ട് മാറ്റാനുള്ള ഒരു യജ്ഞത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് അടുത്ത വർഷത്തെ കൂടി വെച്ച് നമ്മൾ വലിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതോടുകൂടി നമ്മുടെ വാർഡിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണമാകും എന്നുള്ളതാണ് ഒരു ശുഭാപ്തി വിശ്വാസം. അതുപോലെ എല്ലാ കാര്യങ്ങളിലും മെമ്പറുടെ പ്രത്യേകമായ ഇടപെടലോടുകൂടി പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4.5 വർഷത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭയിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു വലിയ ഒരു കോടതി കേസോ പരിഭവങ്ങളോ പരാതിയോ ഒക്കെ ഇല്ലാതെ കിട്ടാത്തവരുണ്ട്. പക്ഷേ അർഹരായവർക്കൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് വൃദ്ധർക്ക് കട്ടിൽ കൊടുക്കുന്നതായാലും SC/ST വിഭാഗത്തിന് കമ്പ്യൂട്ടർ കൊടുക്കുന്ന കാര്യങ്ങളായാലും അതുപോലെ അവർക്കുള്ള ഭവനം ഇന്നലെ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ഈ പഞ്ചായത്തിലുള്ള ലിസ്റ്റിലുള്ള ലൈനിലുള്ള എല്ലാവരും നമ്മൾ വിളിച്ചു ചേർത്തു. ആ വിളിച്ചു ചേർത്ത് എന്തുകൊണ്ടാണ് വീട് പണിയാൻ പറ്റാത്തത്, എന്താണ് നമുക്ക് സാഹചര്യം ഒരുക്കേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ ഏകദേശം നമുക്ക് 90 പേരാണ് ലൈഫ് പദ്ധതിയിലുള്ളത്. അതിലൊരു 10-45 പേരും കൂടി ഇന്നലെ വിളിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് മനസ്സോടിച്ച് ഒരിടം മണ്ണ് എന്നുള്ളൊരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഭൂമി വിട്ടുതരികയാണെങ്കിൽ അവിടെ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അതുകൊണ്ടുള്ള ഇടപെടലിന്റെ ഭാഗമായൊക്കെ ലൈഫിന്റെ ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് ചിലർക്ക് ഭൂമിയുണ്ട്, ചിലർക്ക് വീട് ഇല്ല, അതോടൊപ്പം തന്നെ ഇവിടുന്ന് മാറിപ്പോകാനുള്ള ചില പ്രശ്നം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്ഥലം മനസ്സറിഞ്ഞ് വെച്ചിരുമ്പോൾ ഇടം തന്നാൽ തീർച്ചയായിട്ടും അതൊരു ക്യാമ്പയിനായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ഒരു ചർച്ച തുടങ്ങി വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ കൂട്ടായിട്ട് ഒരു 10-15 വീടൊക്കെ വെച്ച് ഏകദേശം ഒരു 30 സെന്റ് സ്ഥലം 45-50 സെന്റിന് താഴെ നമുക്ക് പ്രോപ്പർട്ടി ആരെങ്കിലും ഒരു 2 ലക്ഷം രൂപ വരെ നമുക്ക് 3 സെന്റിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടി വഴിയുള്ളതായിരിക്കണം. ഇവർക്ക് വാഹനം കടന്നെല്ലാം പറ്റണം. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ തുക മാറ്റിവെച്ച് നമുക്ക് അത്തരത്തിൽ അവരെയും കൂടി ഒരു കുടക്കീഴിലേക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു യജ്ഞത്തിൽ കൂടിയാണ് ഈ ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഭരണസമിതി കടന്നു വന്നപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ വെച്ച് നമ്മളൊരു അനുമോദന യോഗവും അതോടൊപ്പം തന്നെ നമ്മുടെ ജനസേവന കേന്ദ്രത്തിലെ കെട്ടിടം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ദിവസങ്ങളാണ്. അതിൽ ഒരു കാര്യം ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മളൊരു മുദ്രാവാക്യം എടുത്തു, ഒന്നാമതാകാൻ കൽക്കുറ്റി എന്നുള്ളത്. ആ മുദ്രാവാക്യം 4.5 വർഷം പിന്നിടുമ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, നമ്മൾ ഒന്നാമതായി നിൽക്കുന്നത് 3 കാര്യങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട ഒരു ഭരണകൂടം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ 2 കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അഴിമതിരഹിതമായിരിക്കും, മറ്റൊന്ന് കെടുകാര്യസ്ഥത പാടില്ല. ഈ 2 കാര്യത്തിനും ആത്മാഭിമാനത്തോടു കൂടി ശ്രീമതി ലതിക ശശികുമാർ ഇവിടെ എത്തിച്ചേർന്നില്ല. പനിയായിട്ട് അല്പം കാല് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നോട് തുടങ്ങി വെച്ചോളാൻ പറഞ്ഞു. ആള് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് വരാത്തത്. ആള് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് ഈ ഭരണസമിതി വന്നപ്പോഴേ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഇടപെടൽ നടത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുക. അഴിമതിരഹിതമായ ഒരു ഭരണകൂടം, കെടുകാര്യസ്ഥത ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു പഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ട് ചെലവഴിക്കുക. കേരളത്തിൽ 942 പഞ്ചായത്താണുള്ളത്. അതിൽ 108.26% തുക ചെലവഴിച്ച് 26ാം സ്ഥാനമാണ് കേരളത്തിൽ നമുക്കുള്ളത്. സംസ്ഥാനം 942 പഞ്ചായത്തുള്ളത്. പക്ഷേ എറണാകുളം ജില്ലയിൽ 108.26% കൈവരിച്ച അവരുടെ പട്ടികയിൽ നമ്മളെ സംബന്ധിച്ച പണം ചെലവഴിച്ചതിൽ നമ്മൾ ഒന്നാമതാണ്. അവിടെ മാത്രമല്ല, വസ്തുനികുതി പിരിക്കുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞവർ കെടുകാര്യസ്ഥ എന്ന് പറയുന്നത് ആധാർ നടപടികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ തുക പിരിക്കുന്നതിലൂടെ നമുക്ക് ഗവൺമെന്റ് നൽകുന്ന 5 ലക്ഷം രൂപയുണ്ട്. മാർച്ച് 31 മുമ്പ് 100% തുക ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിന് ഗവൺമെന്റ് വക 5 ലക്ഷം രൂപ തരണം. കഴിഞ്ഞ 3 ടേം നമ്മൾ ആയോടുകൂടി 15 ലക്ഷം രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന്. അതാരും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മെറിറ്റല്ല. ഇവിടെയുള്ള ഇത്രയും സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായപ്പോഴും പണപ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മാർച്ച് 31 മുമ്പ് കൃത്യമായി തന്റെ വസ്തുനികുതി അടയ്ക്കാനുള്ള മനസ്സ് കാണിച്ച ഉദാര മനസ്കരായ കരൂത്തിയിലെ പൗരാവലിക്കുള്ളതാണ് ആ 100% കൈവരിച്ച വസ്തുനികുതി പിരിച്ചെടുക്കുക എന്നുള്ളത്. ആത്മാഭിമാനത്തോടു കൂടി അവാർഡ് ഈ ജനതയുടെ മുമ്പിൽ വയ്ക്കുക. മാത്രമല്ല, നമുക്കറിയാം വരും തലമുറയെ രക്ഷിക്കാൻ ഗവൺമെന്റ് പദ്ധതിയാണ് ഹരിത കർമ്മസേനയിലൂടെ നമുക്ക് ശുചിത്വ പദ്ധതിയിലൂടെ മാറ്റിയെടുത്തുകൊണ്ട് ശുചിത്വമായ സുന്ദരമായ ഒരു പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭീകര പരിശ്രമത്തിലൂടെ കടന്നുപോയി. അതിലും യൂസർ ഫീയുടെ കാര്യത്തിലും നമ്മൾ ആധുനിക ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ സംവിധാനവും ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായും നമ്മൾ അതിലും 100% ഫണ്ട് അത് യൂസർ ഫീ അടച്ചു. അതും നേരത്തെ പറഞ്ഞതുപോലെയാണ്, ചിലർക്ക് നമ്മുടെ വസ്തുനികുതിയേക്കാൾ കൂടുതലാണ് യൂസർ ഫീ. ആ ഫീസ് പോലും കൃത്യമായി 100% അടയ്ക്കാനായിട്ട് ഉദാര മനസ്സ് കാണിച്ച ഈ 3 മേഖലയിലും നമ്മൾ ഒന്നാമതായി 100% കൈവരിച്ച എറണാകുളം ജില്ലയിലെ നമ്മുടെ ഒന്നാമത്തെ പഞ്ചായത്തായിട്ട് കറുകുറ്റി പഞ്ചായത്ത് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവാർഡ് സമ്മാനിക്കുകയാണ്. അതിന്റെ അനുമോദന യോഗമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MLA-യും MP എല്ലാം വന്ന് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. അതിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടറും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൽകിയ അവാർഡുകൾ നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഒട്ടനവധി ക്ലബ്ബുകൾ, നാനാതുറകളിലുള്ള ആളുകളെല്ലാം വന്ന പഞ്ചായത്ത് അനുമോദിക്കുന്ന ഒരു സുദിനമായിട്ടാണ് കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഇവിടെ നടന്നത്. അന്നത്തെ ദിവസം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ സ്മാർട്ടിലേക്ക് മാറി. നമുക്ക് ആദ്യം വരുമ്പോൾ ഫ്രണ്ട് ഓഫീസ് സംവിധാനമായിരുന്നു, അവിടെ അപേക്ഷ കൊടുക്കണമായിരുന്നു. പക്ഷേ സ്മാർട്ട് സംവിധാനം വന്നപ്പോൾ ഫ്രണ്ട് ഓഫീസ് കൂടുതൽ സജീവമാക്കേണ്ടത് പ്രത്യേകിച്ച് ജനസേവന കേന്ദ്രം മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട MP കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ ഒരു തറക്കല്ലിട്ടിരിക്കുകയാണ്. അത് 4 മാസത്തിനുള്ളിൽ ഈ ഭരണകൂടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ തുടക്കം കുറിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി 35 ലക്ഷം മുടക്കിക്കൊണ്ടുള്ള നമ്മുടെ ജനസേവന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. അന്നത്തെ ദിവസം കൂടി നമ്മൾ ഈ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട പദ്ധതിയാണ്. നമുക്ക് പാലശ്ശേരിയിൽ കുറച്ച് സ്ഥലമുണ്ട്, ചെറിയ ഗ്രൗണ്ടായിട്ട് മണ്ണൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തോടു കൂടിയ ഒരു സ്റ്റേഡിയം ആക്കാനുള്ള ഫണ്ട് കൂടി അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ MP നമുക്ക് നൽകുകയുള്ള വളരെ സന്തോഷത്തോടു കൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നമുക്കറിയാം 2 പ്രശ്നങ്ങളാണ് ഈ ഭരണസമിതി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമസഭകൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അതൊന്ന് നമ്മുടെ കാർഷിക മാർക്കറ്റാണ്. കാർഷിക മാർക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 3 റൂമുകളായെങ്കിലും നമുക്ക് അവിടെ മണ്ണിടാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം വൈകിപ്പോയി. ഉടനെ തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ നമുക്കറിയാം ഒരു ജില്ലയ്ക്ക് ഒരു സ്മാർട്ട് അംഗനവാടിയാണ് നമുക്കുള്ളത്. ഒരു ജില്ലയ്ക്ക് ഒരു സ്മാർട്ട് അംഗൻവാടിയാണ്, സ്മാർട്ട് കൃഷിഭവനാണുള്ളത്.
1,42,00,000 മുടക്കിക്കൊണ്ട് എറണാകുളം ജില്ലയിൽ ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ MP വന്ന സമയത്താണ് നമ്മൾ സാങ്കി ആദർശ ഗ്രാമവുമായി ബന്ധപ്പെട്ട് കളക്ടറും അതുപോലെ തന്നെ POE അടക്കമുള്ള കാർഷിക മേഖലകളോട് സംസാരിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഇറങ്ങിപ്പോകാൻ മുമ്പ് തന്നെ അതിന്റെ TS-ആയി അല്ലെങ്കിൽ AS-ആയി TS ആവുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അടുത്ത മാസം കാർഷിക മാർക്കറ്റിൽ നമ്മുടെ ഇവിടുത്തെ കാർഷിക വിപണിയും അതോടൊപ്പം തന്നെ കാർഷിക ഓഫീസും എല്ലാം നമ്മുടെ 13-ാം വാർഡിലേക്ക് നമ്മുടെ കാർഷിക 50 സെന്റുള്ള കാർഷിക മാർക്കറ്റിലേക്ക് മാറാനുള്ള ഒരു ശ്രമത്തിലും അതിനുള്ള അനുമതി ലഭിച്ചു എന്നുള്ളത് 1,42,00,000 രൂപ നമ്മുടെ സ്മാർട്ട് കൃഷിഭവനാക്കുന്നതിന് വേണ്ടി ലഭിച്ചത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ശ്മശാനത്തിന്റെ കാര്യം. ഈ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് അതിന്റെ AS കഴിഞ്ഞു, ഫിനാൻഷ്യൽ സാങ്ഷൻ കഴിഞ്ഞു, TS കിട്ടാൻ പോകുന്ന അവസാന ആഴ്ചകളാണ്. ഈ ആഴ്ചയിൽ തന്നെ അത് ശരിയാകും. നമ്മുടെ ബഹുമാനപ്പെട്ട AEക്ക് അതിന്റെ ലെറ്റർ വന്നിട്ടുണ്ട്. AE അതിന്റെ റൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിന് TS ആകുന്നതോടുകൂടി അടുത്ത മാസം അവസാനത്തോടുകൂടി 3,07,00,000 രൂപയാണ് ശ്മശാനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് അനുവദിച്ച ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നതെന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. അടുത്ത മാസം അവസാനത്തോടുകൂടി 1-ാം വാർഡിൽ അത് നമ്മുടെ ശ്മശാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തെക്കേക്കരടക്കം കഴിഞ്ഞ ഭരണസമിതിയടക്കം ബാബുസാനി അടക്കമുള്ളവരൊക്കെ അതിനുവേണ്ടി പരിശ്രമം നടത്തി അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ശ്മശാനത്തിന്റെ അവസാന ഘട്ടമാണ്. അതോടൊപ്പം തന്നെയാണ് 1-ാം വാർഡിൽ തന്നെ പ്രധാനപ്പെട്ട നമുക്കറിയാം ഒരു ഓപ്പൺ ജിം ഏകദേശം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതിന്റെ എക്യുപ്മെന്റുകൾ ഏകദേശം 12,00,000 രൂപയോളം വരുന്ന എക്യുപ്മെന്റുകൾ നമ്മുടെ പഞ്ചായത്തിന് സമ്മാനിച്ചു. ബാക്കി പഞ്ചായത്തിന് തുക ഏകദേശം ഒരു 30,00,000 രൂപയോളം മുതൽ മുടക്കിക്കൊണ്ട് ഒരുമിച്ച് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി ഓപ്പൺ ജിം ഏതാനും ദിവസങ്ങൾക്കകം തുടക്കം കുറിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം MLA വന്നപ്പോൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ തുക കൊണ്ടുവന്ന പഞ്ചായത്ത് ഏതാണെന്നുള്ള ചോദിച്ചപ്പോൾ അവിടെ അഭിമാനത്തോടുകൂടി MLA എഴുന്നേറ്റ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ തുക കൊണ്ടുപോയ പഞ്ചായത്ത് കറുകുറ്റി ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാന മേഖലകളിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ MLA വെച്ചതാണ് വില്ലേജ് ഓഫീസ്. നമുക്കറിയാം നമ്മുടെ കറുകുറ്റിയിൽ 1-ാം വാർഡിൽ തന്നെയാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ആ വില്ലേജ് ഓഫീസ് നമുക്ക് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മുടെ നിലവിലുള്ള KSCB-യും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറുന്നതോടുകൂടി വില്ലേജും വില്ലേജും KSCB ഒരു കുടക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് 2,42,00,000 രൂപയാണ് ബഹുമാനപ്പെട്ട MLA അതിനു വേണ്ടി വകവൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ടവനാകുന്ന നമ്മളെല്ലാം ആശ്രയിക്കുന്ന ഒത്താണിയാകുന്ന നമ്മുടെ പാലശ്ശേരിയിലുള്ള FHSക്ക് വേണ്ടിയിട്ട് MLA-യുടെ ആസ്തി ഫണ്ടിൽ നിന്ന് 84,00,000 രൂപയും നമ്മൾ ഏകദേശം 35,00,000 രൂപ പഞ്ചായത്ത് ചേർത്തതുമായി ബന്ധപ്പെട്ട് 1,25,00,000 മുടക്കിക്കൊണ്ട് അതിന്റെ മട്ടിലും ഭാഗത്തിലും ഭാവിയെല്ലാം മാറ്റിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു കെട്ടിടം ഏതാനും ദിവസങ്ങൾക്ക് നമ്മൾ തുറക്കം കുറിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് 1-ഉം 17-ഉം വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ 1-ാം വാർഡിൽ പദ്ധതി ഒരു പുതിയ ആമത്ര പദ്ധതി പോലെ ഒരു പുതിയ സാറിന്റെ ഗുണത്തിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 2,25,00,000 രൂപ മുടക്കിക്കൊണ്ട് ആ കുടിവെള്ള പദ്ധതിയും ഈ ഭരണസമിതി ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ നടത്താനുള്ള അന്തിമ പ്രവർത്തനത്തിലാണ് ഈ ഭരണസമിതി കടന്നു പോകുന്നത്. ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നൂർ ഫണ്ടും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ SCB ഫണ്ടോ മാത്രമല്ല ഈ ഭരണകൂടം കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള നിയോജകമണ്ഡലങ്ങൾ കണക്കെടുത്തപ്പോൾ സംസ്ഥാന സർക്കാരായാലും ദേശീയ സർക്കാരായാലും അതുപോലെ തന്നെ MLA ആയാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും വാർഡുകളായാലും ഏറ്റവും കൂടുതൽ തുക കൊണ്ടുവന്ന പഞ്ചായത്തിന്റെ പട്ടികയിൽ കറുകുറ്റി എല്ലാ വിഭാഗത്തിൽ നിന്ന് കൃത്യമായി 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർ 6 പഞ്ചായത്തുകളുണ്ട്. ഏറ്റവും കൂടുതൽ തുക കൊണ്ടുവന്ന പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെയുണ്ട്. പ്രത്യേകം കൈയടിച്ച് അഭിനന്ദിക്കാനായിട്ട് ഈ അവസരത്തിൽ തീരുന്നില്ല. ബ്ലോക്ക് മെമ്പർമാരായ ഷിജി ജോയും റാണി പോളിയുമുണ്ട്. ആ റാണി പോളി മെമ്പറും അവരും നമുക്ക് നമ്മുടെ ശുചിത്വത്തിന് വേണ്ടിയിട്ട് ഒരു വാഹനം അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ തുക കൊണ്ടുവന്ന 2 മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുകുറ്റി പഞ്ചായത്തിൽ ജയിച്ചു പോയ ഈ റാണി പോളിയും ഷിജി ജോയുമാണ് എന്ന ആത്മാഭിമാനത്തോടെ അവരും ഇവിടെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ നേരാനും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം. അതുപോലെ സമഗ്ര മേഖലയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു 20 കോടി രൂപയോളം സാധാ ഫണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തുറകളിൽ കൊണ്ടുവന്ന ഒരു ഭരണസമിതിയായി മാറാൻ ബഹുമാനപ്പെട്ട റോസിൻ പോൾ അടക്കം, ബഹുമാനപ്പെട്ട ഷൈനി ജോർജ് അടക്കം, ബഹുമാനപ്പെട്ട അയ്യപ്പനടക്കം, ശ്രീമതി ലതിക ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ളത് 2 കാര്യം കൂടി കൃത്യമായി ഞാൻ തുടങ്ങിയത് പറഞ്ഞതുപോലെ ഒരു കെട്ടുകാര്യസ്ഥയെ വരുത്താതെ കൃത്യമായി നമ്മുടെ തനതുകൊണ്ടുകൾ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അഴിമതി രഹിതമായ 4.5 വർഷം പിന്നിട്ടു എന്നുള്ളത്
ആത്മാഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് SLC-യിലും +2-ലും അവാർഡുകൾ കരസ്ഥമാക്കിയ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഷൈൻ, അദ്ദേഹം ഒരു ബസ് ഡ്രൈവർ പെട്ടെന്ന് കുഴഞ്ഞു വീണപ്പോൾ അത് അടിയന്തര ഇടപെടലുകളോട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ധീര പ്രവർത്തനം നടത്തി അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അതുപോലെ മറ്റുള്ള മേഖലകളിൽ കുട്ടികളെ അഭിനന്ദനം അറിയിക്കുന്ന SLC +2 കൈവരിച്ചതിൽ ഒരിക്കൽ കൂടി പഞ്ചായത്തിന് വേണ്ടി, ഈ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിലേക്ക് കടന്നു വന്ന് ഇത്രയും മനോഹരമായ ഒരു ഗ്രാമസഭ വിളിച്ചുകൂട്ടിയ മെമ്പർ അഭിനന്ദിക്കുന്നു. ഒരു കാര്യമാണ് സൂചിപ്പിച്ചു, കൃത്യമായി നമുക്ക് ചായയും അവസാനത്തെ ഗ്രാമസഭയുടെ ചായയും അതോടൊപ്പം തന്നെ ചക്കയുടെയും ആൾ വീട്ടിൽ തന്നെ സ്വയമായി നമുക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. പ്രത്യേകം കൈയടിച്ച്, കാരണം ആരും തയ്യാറാവുന്നല്ലോ സ്വന്തമായിട്ട് വീട്ടിൽ ഇതുപോലെ സാധനം ഉണ്ടാക്കിക്കൊണ്ട് അതിനൊക്കെ തയ്യാറായ മെമ്പറെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. യോഗത്തിന്റെ അധ്യക്ഷ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി റോസി പോൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഷൈജു പറമ്പി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CKP അയ്യപ്പൻ, സന്ധ്യ കോർഡിനേറ്റർ സന്ധ്യ ഉൾപ്പെടെയുള്ള ഗ്രാമസഭാംഗങ്ങളെ, ആദ്യം തന്നെ ഇത്രയധികം പേര് ഒരു ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരെയും കണ്ടമാടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെയധികം മഴയുണ്ടായിട്ടും ഇത്ര പേര് ഈ ഗ്രാമസഭയ്ക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു, ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വികസന ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് വികസനം സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്ലോക്കും ജില്ലാ പഞ്ചായത്ത് MP MLA എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ചാണ് ആ പ്രദേശത്തെ വികസന പ്രവർത്തനം നടന്നത്. ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റോഡിന് ഏറ്റവും ആദ്യം തുക കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തത് ഏകദേശം 25 ലക്ഷം രൂപ പുതിയ റോഡ് നിർമ്മാണത്തിന് തന്നെ ജില്ലാ പഞ്ചായത്ത് ഈ വാർഡിലേക്ക് അനുവദിച്ചു. ഇപ്പം നമുക്കറിയാം കുറച്ച് കുളങ്ങളുടെ ക്ലീനിങ് ആയിട്ട് അനുബന്ധ പ്രവർത്തികൾ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ നമുക്ക് അത് നടത്താൻ സാധിക്കും. അതല്ലാതെ നമുക്കറിയാം ഈ പഞ്ചായത്ത് പൊതു ആവശ്യങ്ങളായിട്ട് നമുക്കറിയാം അംഗൻവാടി ആയാലും കുളങ്ങളായാലും അല്ലെങ്കിൽ വെന്റിലേഷൻ ആയാലും വായനശാലകളായാലും മറ്റ് പ്രവർത്തനങ്ങൾക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഈ ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള ഒരുപാട് ഫണ്ടുകൾ നമുക്കറിയാം ഓരോ വർഷം 1 കോടി രൂപയിലധികം ഫണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കമ്മിറ്റി ഡിവിഷൻ നിലയിലേക്ക് കൊടുക്കാൻ സാധിച്ചത്. ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ച് 10 ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഏറ്റെടുക്കുന്നതുകൊണ്ട് 10 വർക്ക് തന്നെ ആയിക്കഴിഞ്ഞാൽ 1 കോടിയുടെ അടുത്താവും. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം കൗട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആ ഫണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് ഇവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ അതേപോലെ നമ്മുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വർക്ക് പൂർത്തീകരിക്കുന്നത് മാത്രമാണ് നമുക്ക് ആ വർഷം തന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. അതിന് പ്രത്യേകം ജില്ലാ പഞ്ചായത്തിന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം ഇനിയുള്ള ഏതാനും മാസങ്ങൾ മാത്രം പിന്നീടുമ്പോൾ നമ്മുടെ പദ്ധതികളൊക്കെ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ആ വർക്കുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർത്തീകരിക്കാനുള്ള കുറച്ച് വർക്കുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുണ്ട്. ആ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന് ഏകദേശം ഫണ്ടുകൾ ഇവിടെ തീരുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 4 വർഷക്കാലം ഇതിനു മുമ്പും നിങ്ങളുടെ നല്ലൊരു സഹകരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തനം കൂടുതൽ ചെയ്യാൻ എനിക്ക് സാധിച്ചത്. അതിന് നിങ്ങളെല്ലാവരെയും ഉണ്ടായ അംഗമായി സഹായം ചെയ്തതിൽ ഈ ലാസ്റ്റ് ഒരു ഗ്രാമസഭ ആയതുകൊണ്ട് പ്രത്യേകം എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. അത് നന്ദി അറിയുകയും ചെയ്യണം. ഒപ്പം തന്നെ നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിലെ പദ്ധതികളിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെ പത്രത്തിൽ വരുമ്പോഴാണ് പലരും അത് വിളിക്കാറുള്ളത്. അതിന് ഗ്രാമസഭാ പദ്ധതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആനുകൂല്യത്തിന് ഗ്രാമസഭകളെ ജില്ലാ പഞ്ചായത്തിലേക്ക് നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളായാലും ഏത് ആനുകൂല്യങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമസഭ വഴി വരുന്ന ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ ഒരു പദ്ധതിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടൊരു അപേക്ഷ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നിരവധി പദ്ധതികളെ ജില്ലാ പഞ്ചായത്തിനെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് വഴി നമ്മൾ കൊടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റ് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന് നൽകേണ്ടതാണ്. അത് പലപ്പോഴും കിട്ടാത്ത സമയത്ത് ഞാൻ വിളിച്ചു പറയുന്ന അനുസരിച്ച് നമുക്ക് പലപ്പോഴും ഗുണഭോക്താക്കൾ തരാത്തതുകൊണ്ട് കിട്ടാത്തതോ ആളുകളിൽ അറിയിച്ച് വീണ്ടും ലിസ്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് അയക്കുമ്പോഴേക്കും വളരെ താമസമാകുകയാണ്. നമുക്കറിയാം കൃഷി സംബന്ധമായിട്ട് 10 പദ്ധതികളൊക്കെയും ചില പദ്ധതികൾ സംയുക്തമായിട്ട് വെച്ചാൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന് ഫണ്ടുകൾ അതിലേക്ക് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാർഷിക മേഖലയിൽ പല പദ്ധതികളുണ്ട്. ചെറിയ എമൗണ്ട് പഞ്ചായത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിയിപ്പ് കൊടുക്കുന്നതനുസരിച്ച് സംയുക്തമായിട്ട് വയ്ക്കാൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന് വീതം കാർഷിക മേഖലയിൽ പല പദ്ധതികളുണ്ട്. ആ
ആ പദ്ധതിയിൽ പ്ലാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തുകളൊരു വീതം വെച്ചാൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ അതിന് ഷെയർ കൊടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം പണ്ട് ഡയാലിസിസ് ഒക്കെ നേരിട്ട് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ട് നല്ല ഭംഗിയായിട്ട് പോയ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ പിന്നെ വന്ന മാർഗരേഖയ്ക്കനുസരിച്ച് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മാറ്റി പഞ്ചായത്തിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വീതം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇംപ്ലിമെൻറ്റേഷനൊക്കെ അല്പം ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്, അതിന് നമുക്കറിയാം. പക്ഷേ എല്ലാ പദ്ധതികളും നേരിട്ട് നടക്കാനുള്ള ചില പദ്ധതികൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടക്കാൻ സാധിക്കാറുള്ളൂ. എന്തായാലും ഈ ലിസ്റ്റിനൊപ്പം തന്നെ നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതികളുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പേരുകൾ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതിനെ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഗ്രാമസഭയ്ക്ക് ഇത്രയധികം നമുക്കറിയാം വാർഡിലേക്ക് നല്ല രീതിയിൽ തന്നെ റൂസേച്ചിയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തകർ ആ വാർഡിലെ ഒരു അംഗം ഞാനുണ്ട്. വാർഡ് 12ാം ഗ്രൂപ്പിൽ എന്തോ ഞാൻ ആഡ് ചെയ്ത് പോയതുകൊണ്ട് ആ വാർഡുകളിൽ ഇടുന്ന എല്ലാ മെസ്സേജും എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം നന്നായിട്ട് പ്രവർത്തനം വാർഡിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികളെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി അറിയിച്ചു വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ ബഹുമാനോട് കെ പി ഐ ഏറെ ബഹുമാനിയായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഗ്രാമസഭയുടെ അധ്യക്ഷൻ ശ്രീ ഷൈജപ്പൻ, വൈസ് പ്രസിഡന്റ് സുജിൽ, പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി ഷൈനി ജോർജ്, നമ്മുടെ പ്രിയങ്കരായ മെമ്പർ ശ്രീമതി റോസി പോള്, കോർഡിനേറ്റർ സന്ധ്യ, പ്രിയമുള്ള 12ാം വാർഡിലെ പ്രബുദ്ധരായ ഗ്രാമസഭാംഗങ്ങളെ സുഹൃത്തുക്കളെ, സന്തോഷം തോന്നുന്നു. ഈ വളരെ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ വളരെയേറെ സദസ്സുകൾ സന്തുഷ്ടമാണ്. നമ്മുടെ ഗ്രാമസഭ സമ്പുഷ്ടമായതാണ് നമ്മുടെ ഗ്രാമം സമ്പുഷ്ടമാകുള്ളൂ എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. കാരണം ഗ്രാമസഭയിൽ നിന്നുള്ള ഉയർത്തിൻ്റെ വരുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഭരണസമിതികളായുള്ള ഓരോരുത്തരും നടപ്പിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. അത്തരത്തിലുള്ള ഈ ഗ്രാമസഭയിൽ ഇങ്ങനെയുള്ള ആൾക്കൂട്ടം വരുമ്പോൾ തീർച്ചയായും ഒരു ഗ്രാമസഭ അംഗമെന്ന നിലയ്ക്കും ഓരോ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗമെന്ന നിലയ്ക്കും വളരെ സന്തോഷം തോന്നുകയാണ്, പ്രത്യേകിച്ച് അഭിമാനം തോന്നുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സവിസ്തരം തന്നെ ബഹുമാനപ്പെട്ട കറുകുട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷൈജ പ്രഭയുടെ വിശദീകരിക്കുകയുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വേറെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഫണ്ടുകൾ കിട്ടുവാൻ വളരെ സഹായകരമായിട്ടുണ്ട്. MP ആണെങ്കിൽ പോലും MLA ആണെങ്കിൽ പോലും ശ്രീമതി ഷൈനി ജോർജിന്റെ നേതൃത്വത്തിലൊക്കെ വകുപ്പിനടക്കമുള്ള സംവിധാനങ്ങൾ വളരെ നിലോഭമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി പദ്ധതികൾ, ബൃഹത് പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ ഭരണസമിതി. കേവലം ഇനി 4-5 മാസം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ആ പദ്ധതി ചില പദ്ധതികൾ പൂർത്തീകരിക്കുവാനും ചില പദ്ധതികൾക്ക് തുടക്കമിടാനും ഈ ഭരണസമിതിക്ക് ആവുമെന്നുള്ളത് തീർച്ചയാണ്. ഈ ഈ സമയത്ത് ഇവിടെ കൂടി പ്രിയമുള്ള ഗ്രാമസഭാംഗങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മളൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവരും ഭാവങ്ങളും നമസ്കാരം. ജയ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവാർഡ് കിട്ടിയവര് പോവരുത്. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അന്ന മരിയ ബിജു. നമുക്ക് ഈ വർഷം SLCക്ക് 3 കുട്ടികൾ ഉണ്ടായുള്ളൂ. +2 നല്ല ഒത്തിരി പേരുണ്ട്. 7 പേരോളം +2 ഉണ്ട്. 6 പേര് +2 ഉള്ള +2 മേടിച്ച ജിസ്മേരി ജസ്ലി. ജോലി അനക്സ്. മീനാക്ഷി ബിനോയ്. മീനാക്ഷി ബിനോയ് വാർഡിൽ മേടിച്ചിട്ടുണ്ടോട്ടാ. വീട്ടിൽ വരുമ്പോൾ വരില്ല.
BAT സെക്കൻഡ്. അഞ്ജലിയുടെ റെക്സ് പ്ലസ് 2. അടുത്തത് നമ്മുടെ BAT സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച ജെറമിയ ഫ്രാൻസിസ്. കൺഗ്രാജുലേഷൻ. അടുത്തത് നമ്മുടെ